എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ 2-3-4 ദിവസം പ്രവാസികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? 29, 30, 1, 2, 3, 4 തീയതികളിൽ 5 തീയതി വരെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണെന്നറിയാം, പ്രവാസികൾക്ക് ജീവിതത്തിൽ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണെങ്കിലും മാസം ലാസ്റ്റാകുമ്പോൾ നല്ലൊരു സന്തോഷം നട്ടാ. കാരണം ആ ശമ്പളം വാങ്ങുന്ന ടൈമുണ്ടല്ലേ, അതൊരുപാട് അതിൻ്റെ സുഖം അറിയണമെങ്കിൽ ഒരു പ്രവാസി ആവണം. അപ്പോഴാണ് ആ മാസം ശമ്പളം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖമുണ്ടല്ലേ, അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടാ. പക്ഷെ അതിലേറെ ദുഃഖങ്ങളില്ല പ്രവാസികളുണ്ട് കേട്ടാ. എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളമൊക്കെ കിട്ടി നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾക്കും വേണ്ടി കടം വാങ്ങിയ ആരെങ്കിലും ഉണ്ടാവും. എനിക്കൊക്കെ ഈ ശമ്പളം കിട്ടിയാൽ കൊടുക്കേണ്ടതായിരിക്കും, അടുത്ത ശമ്പളം കിട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കും. ആ ശമ്പളമൊക്കെ കിട്ടിയിട്ട് കൊടുത്തിട്ട് പിന്നെ കയ്യിലൊന്നുമില്ലാതെ നിന്നിട്ട് നാട്ടിലേക്ക് ചിലവിന് പൈസ അയക്കാൻ വേണ്ടി വീണ്ടും മറ്റുള്ളവനോട് വാങ്ങുന്ന ഒരവസ്ഥയുണ്ടല്ലേ. അപ്പോൾ വിചാരിക്കും നമ്മൾ ശമ്പളം കിട്ടണ്ടായിരുന്നു, ശമ്പളം കിട്ടിയത് കൊണ്ടല്ലേ ഇപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്നതെന്ന് വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ശമ്പളം കിട്ടുന്നതിന് നമ്മളതിനെക്കാണിയും സന്തോഷിക്കുന്നത് നാട്ടിലുള്ളവരാണ് കേട്ടാ. എന്താണെന്നറിയാം, ചിലപ്പോൾ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാർ അവരാരെങ്കിലും മറ്റുള്ളവരടുത്തൊന്നും കടം വാങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ ഈ അനാദി കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്നതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് ശമ്പളം കിട്ടിയിട്ട് എൻ്റെ മോനെ അയച്ചിട്ട് തരാമെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ മോനിക്ക് ശമ്പളം കിട്ടുന്ന ആ ദിവസം കാത്തിരിക്കുന്ന ഉമ്മ, അതല്ലെങ്കിൽ ഭാര്യ, അതല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ ഉപ്പ, അവർക്കൊക്കെ നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ അവർക്കും സന്തോഷമാണ് കേട്ടാ അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കട്ടാ. ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം.